ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം നമ്മൾ ഡെയിലി നൈറ്റാണ് മച്ചാമാരെ 8 മണിക്കായിരിക്കും ലൈവ് ഉണ്ടാവും. കഴിഞ്ഞ 2 ദിവസം ജലദോഷം പനിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ലൈവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നലെ നമ്മുടെ 110 രൂപേൻ്റെ റെഡിയും കൂടെ നമ്മുടെ ഗിവ് അവേ കൊടുത്തിട്ടുണ്ട് ഒരാൾക്കാണ് മച്ചാമാരെ. അപ്പം ഞാൻ വിചാരിക്കുക ഇനി തൊട്ട് നമ്മളൊരു 20-30 രൂപേൻ്റെ റെഡിയും കൂടെ നമ്മൾ വരുന്ന ലൈവുകളിൽ, അതായത് ലൈവായിട്ട് തന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഒരു 6-7 പേർക്ക് 30 രൂപ 20 രൂപ റെഡിയും കൂടെ അങ്ങനെ ചെയ്താലോ എന്നുണ്ട്. ജസ്റ്റ് ഒരു അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, അങ്ങനെ വേണോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാരണം നമുക്ക് കൂട്ടി വെച്ച് സെറ്റാക്കാം. അപ്പോൾ കോയിനൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സബ്സ്ക്രൈബേഴ്സിനോട് കിട്ടുന്ന രീതിയിൽ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ മച്ചാൽ ഇനി നമ്മൾ പവറായി എമൗണ്ടും കാര്യങ്ങളൊക്കെ കൂട്ടാട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മച്ചാൽ നമ്മൾ റോഡ് അടുത്ത 15 അപ്പോൾ ഉഷാറാക്കണം. നമ്മളെല്ലാം അടിപൊളിയായിട്ട് കൂട്ടി വരും. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് പറയാൻ പോകണം, ഓൾറെഡി നമുക്കറിയാം ഇനിയിപ്പോൾ അടുത്ത മാസം പകുതിയോടെ ആകുമ്പോഴത്തേനും നമ്മുടെ ഓഗസ്റ്റ് 14 ഏകദേശം ഡേറ്റ് ഓൾറെഡി അവർ തന്നെ കൺഫേം ആക്കിയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. നമ്മുടെ ഈ ഫുട്ബോളിന്റെ കൊനാമിയുടെ അടുത്ത അപ്ഡേറ്റ് വരാൻ പോവാണ്. കുറേ പ്രതീക്ഷകളുണ്ട്. കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. മാസ്റ്റർ ലീഗ് ആയാലും പുതിയ ലൈസൻസ് ആയാലും നാളെ വരാൻ പോകണം. നാളെ ഓൾറെഡി നമ്മുടെ മെയിൻ്റെനൻസ് ടൈം ഉണ്ടാവും. രാവിലെ തന്നെ ഒരു 10 മണി തൊട്ടാണ് വെച്ചാൽ വരെ. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങളെല്ലാവരും രാത്രി ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ തൊട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ പറയാൻ പോകണം വെച്ചാൽ വരെ നിങ്ങൾക്കറിയാം നമ്മൾ ഓരോ പോയിന്റ് ആയിട്ട് ഞാനിപ്പോൾ ഒരു 7 പോയിന്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അത് ഓരോന്നായിട്ട് പറയാം ഗൈസ്. നിങ്ങൾക്കറിയാം എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഡെയിലി ഗെയിം ഇപ്പം എല്ലാവരും പറയുന്നതാണ്. ഈ ഒരു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം നമ്മുടെ ഡെയിലി ഗെയിം ജൂലൈ 31 വരെ ഉള്ളൂ. അപ്പോൾ എന്തായാലും മച്ചാൻ വരെ നമ്മുടെ ഈ ഒരു ജൂലൈ 31 ആകുമ്പോഴത്തേനും നമ്മുടെ ഡെയിലി ഗെയിം മൊത്തത്തിൽ റീസ്റ്റാർട്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഉള്ള എനിക്ക് തോന്നുന്നു നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മച്ചാൻ വരെ നിങ്ങൾക്ക് എത്രത്തോളം ബാക്കി കിട്ടാനുണ്ട്. അതായത് സെർജിൻ ഹോയോ ബാക്കിയുള്ള പ്ലേയേഴ്സ് എത്രണ്ണം കിട്ടാനുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എനിക്കിനി ഏകദേശം 1-2 കൂടി കിട്ടാനുള്ളൂ. ഒന്ന് ക്യാൻഡിയും വേറൊരു പ്ലെയറും കൂടി ഹൈലൈറ്റും കൂടി കിട്ടാനുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും മച്ചാൻ വരെ എനിക്ക് തോന്നുന്നത് അത് അവർ ഓഗസ്റ്റ് 14 അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യും. നമ്മുടെ ടോറസ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത പോലെ. കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം ഓഗസ്റ്റ് 14 ആകുമ്പോഴേ ഇവർ മിക്കവാറും ചിലപ്പോൾ ആഡ് ആക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി ഇവരിപ്പോൾ ഈ ലാസ്റ്റ് കൊണ്ടേ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ചാൻസ് കുറവാണ്. കാരണം അവരെ ഹൈപ്പ് കുറയും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ഒരു 14 ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വരാൻ പോകുമ്പോൾ എന്തായാലും ഒരു മൊത്തത്തിൽ ഒരു പൂരാക്കാന്നുള്ള പരിപാടിയാണ് എന്തായാലും കൊനാമിയുടെ. പിന്നെ വെച്ചാൽ വരപ്പം എന്തായാലും കേസ് നിങ്ങൾക്കറിയാം ഓൾറെഡി നമ്മുടെ 4 പ്ലേയേഴ്സിനെയാണ് അവർ സാധാരണ പോലെ ആഡ് ആക്കിയത്. അതായത് നമുക്കറിയാം നമ്മുടെ കാർലോസും കസിലിയാസും ഒക്കെ അടങ്ങുന്ന ഈ ഒരു 4 പേര് ഓൾറെഡി ഉള്ളതാണ്. അപ്പം ഇനിയും നമുക്ക് നോക്കാം. ചിലപ്പോൾ ഈ ഒരു 4 പേരിന് പകരം അതായത് പഴയ ഇനി ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അവരൊക്കെ പോയിട്ട് പുതിയ ആൾക്കാരായിരിക്കും ആടാവുക. കാരണം 2026 പിന്നെ ഗൈസ് നമുക്കറിയാം നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പുതിയ സ്റ്റേഡിയം. അപ്പം ഞാൻ ഇന്നലെ ലൈവിൽ വന്നപ്പോൾ അതായത് ഗൈസ് നമ്മൾ ബെസ്റ്റ് ടൈമിലുണ്ടായിരുന്ന 2019 ഉണ്ടായിരുന്ന നമ്മുടെ 3 ടീമുകൾ ഇപ്പം ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ഇപ്പം ഇതിൽ വന്നതാണ്. അപ്പം മച്ചാമാരെ ഒന്ന് നമ്മുടെ ഡോർമുണ്ടാണ് നിങ്ങൾക്കറിയാം. പിന്നെ ഓൾറെഡി കേസ് നമുക്കറിയുന്ന 2 മൊണാക്കോയും പിന്നെ മൂന്നാമത്തെ ഈ ഒരു ടീമാണ്. അപ്പോൾ ഇതിന്റെ സ്റ്റേഡിയം അടക്കം ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാൻ മച്ചാമാരെ. എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു മഞ്ഞ സ്റ്റേഡിയമാണ്, ഡോർമുണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. കാരണം ഓൾറെഡി 2019 നമ്മുടെ കൊനാമിക്ക് ഉണ്ടായിരുന്ന ലൈസൻസ് ആണ്. പിന്നെ മച്ചാമാരെ ഓൾറെഡി നിലവിലിപ്പം നമ്മുടെ ജുവന്റസിന്റെ ലൈസൻസ് പോയി. കാരണം അത് നമ്മൾ EA സ്പോർട്സ് കൊണ്ടുപോയി. അപ്പം ആകെ ഒരു പ്രതീക്ഷയുള്ളത് നമ്മുടെ സിദാനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കൊനാമി എന്തായാലും എന്താ പറയുക ഈ റയലിന്റെ ലൈസൻസ് എടുക്കുക വളരെയധികം. പക്ഷെ അത് കിട്ടുമോ എന്നറിയില്ല. കാരണം അവര് കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഈ ഒരു 3 ടീം എന്തായാലും കൺഫേം ആണെന്ന് വെച്ചാൽ നമ്മുടെ വരുന്ന അപ്ഡേറ്റിൽ അതായത് ഓഗസ്റ്റ് 14 തൊട്ട് നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്കറിയാം AC മിലാൻ പോയതുകൊണ്ട് തന്നെ നല്ലൊരു അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. നല്ല ഹൈ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കിയൊക്കെ അവർ എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മച്ചാമാരെ പാമർ അടങ്ങുന്ന ഒരു പുതിയ ബിഗ് ടൈം ബാക്കാണ് നാളെ നമുക്ക് നിലവിൽ വരിക. അതേപോലെ തന്നെ ഗൈസ് നമുക്ക് ഇപ്പോൾ ഒരു 2300 സംതിങ്ങോളം ഇമേജസ് ആഡ് ആയിട്ടുണ്ട് മാസ്റ്റർ ലീഗിൻ്റെ. അപ്പം നിങ്ങൾക്കറിയാം നമ്മളെല്ലാവരും 3-4 കൊല്ലമായി ഈ ഒരു മാസ്റ്റർ ലീഗിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം ഓൾറെഡി മച്ചാമാരെ ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്കറിയാം ഓൾറെഡി കുറേ ഫോണിനൊന്നും സപ്പോർട്ട് ആവില്ല. അതുപോലെ തന്നെ GB ആയാലും ഗ്രാഫിക്സ് ആയാലും എല്ലാം മൊത്തത്തിൽ ആഡ് ചെയ്യും. അപ്പോൾ എന്തായാലും മച്ചാമാരെ ഉറപ്പായി മാസ്റ്റർ ലീഗ് മുഴുവനായിട്ട് വരില്ല. ഇവരിപ്പോൾ പറയുന്നത് 100%-ൽ ഒരു 25% മാത്രമേ മാസ്റ്റർ ലീഗ് ഈ ഒരു അടുത്ത മാസം വരാൻ ചാൻസ് ഉണ്ട്. അതായത് കേസ് ഒരു 5 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഒന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സബ് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ റഫറി എന്താക്കും ഇനി തൊട്ട് അങ്ങനെ ഒരു ഇത് വരും. അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മറ്റേ ഇതിനകത്തൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇപ്പം മെസ്സി ഇറങ്ങുന്ന സമയത്ത് നെയ്മർ അങ്ങനെ കയറുന്ന സമയത്ത് ആ ഒരു ബോർഡ് ഉണ്ടല്ലോ, ഞാൻ ഈ ഒരു ഫോട്ടോ കാണിക്കുന്ന സംഭവം വരും. പിന്നെ ഇവർ പറയുന്നത് നമ്മുടെ അതായത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പം നമ്മുടെ സ്റ്റേഡിയത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഭാഗങ്ങൾ കാണിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് രീതിയിലുള്ള ഗ്രാഫിക്സ് കുറച്ച് മാറ്റങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവും. പിന്നെ വെച്ചാൽ അവർ ഓൾറെഡി പറയുന്നത് നമ്മുടെ ബെയില്, റൂണി, ബാറ്റ് ഇവര് 3 ചിലപ്പം എപ്പിക്കായിട്ട് അടുത്ത് ആഡ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു കാർഡുകൾ മിക്കവാറും ഈ അടുത്ത് തന്നെ വരാൻ നല്ല
ടൈറ്റ് ആയിട്ടുള്ള ടൈമാണ്. പിന്നെ അതുപോലെ മച്ചന്മാരെ നമുക്കറിയാം ലെജൻസ് ആയിട്ട് കുറച്ച് അസംബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് അധികം ആഡ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു 8 പ്ലേയേഴ്സിനെയാണ്. ഞാനപ്പോൾ ആ 8 പ്ലേയേഴ്സിനെ കാണിച്ചത്, അതായത് കക്കി ഒഴിച്ച് ബാക്കി 7 പ്ലേയേഴ്സാണ്. അപ്പോൾ മച്ചന്മാരെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക, ഈ ഒരു പ്ലേയേഴ്സിൽ നിങ്ങൾ ഉറപ്പായിട്ട് സെലക്ഷൻ ഓർഡറിൽ എടുക്കുകയാണെങ്കിൽ ആരും എടുക്കുക. അതായത് ഗൈസ് നിങ്ങൾ എല്ലാവരും നോക്കിയതിന് ശേഷം മാത്രം എടുത്താൽ മതി. കാരണം ഓൾറെഡി എല്ലാവരും ഇപ്പോൾ പറഞ്ഞു ഞാനടക്കം മിക്കവാറും കക്കേനെ ആയിരിക്കും എടുക്കുക. പക്ഷേ മച്ചന്മാരെ 102 വരെ സ്റ്റാറ്റസ് കയറുള്ളൂ. കൊനാമി അത് ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അപ്പം നമുക്ക് നോക്കിയിട്ട് ഏറ്റവും നല്ല കാർഡുകൾ നോക്കിയിട്ട് ഉറപ്പായിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ സെറ്റാക്കാം. അപ്പോൾ നോക്കിയിട്ട് മാത്രം എടുക്കാം. അപ്പോൾ ഞാൻ ഓരോ പ്ലേയേഴ്സ് ആയിട്ട് പറയാം. ഒന്ന് കക്കയാണ്, പിന്നെ ഡെന്നിസിലുണ്ട്, നമ്മുടെ കസിലിയാസ് ഉണ്ട്, ബാറ്റി ഉണ്ട്, ബെയിലുണ്ട്, പുയോളുണ്ട്, ഡെക്കോയുണ്ട്, ഡിമിറ്റർ ഉണ്ട്. അപ്പോൾ ഇത്രയും പ്ലേയേഴ്സാണ് നിലവിൽ ഇപ്പോൾ കാണിക്കുന്നത്. ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ബാറ്റി ഓൾറെഡി ഇപ്പോൾ 2-3 വട്ടം വന്നു. കസിലിയാസ് ആയാലും എപ്പിക് ആയിട്ടും വന്നു. ഇനിയിപ്പോൾ ഡെയിലി ഗെയിമിൽ ചിലപ്പോൾ ആഡ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ മച്ചാൻ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക, നമ്മുടെ ടീം എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കൈസ് നമ്മൾ ഓൾറെഡി നിങ്ങൾ എല്ലാവരും, അതായത് കൈസ് നിങ്ങൾ മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പുതിയൊരു ക്യാമ്പയിൻ വന്നു. ഇനി 2 ക്യാമ്പയിൻ ഓൾറെഡി ഉണ്ട്. അതേപോലെ ഒരു മൈനർ അപ്ഡേറ്റും ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാൻ ഓൾറെഡി നല്ല ക്യാമ്പയിൻ വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം ലോഗിൻ ചെയ്യുക. കാരണം ലോഗിൻ ചെയ്യാണ്ട് പോകുന്നവരുടെ കോയിൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമാണ്, ഒരു 300 കോയിനോളം നമുക്ക് എടുക്കാൻ പറ്റുന്ന ടൈമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം കളയാണ്ട് അതൊക്കെ യൂസ് ആക്കുക. അതേപോലെ തന്നെ നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് മാറട്ടെ എന്തായാലും കഴിഞ്ഞ് നമ്മുടെ കൊനാമി വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇനിയും ഗീവ് അവേൻ്റെ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് കുറേ പേർക്ക് ഇപ്രാവശ്യം അറിയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് നമ്മൾ ലൈവിലൂടെയും പറയാം. അപ്പോൾ വെച്ചാൽ ലൈവിലായിട്ടും വീഡിയോയിലായിട്ടും കാണുന്നവരേക്കും ബൈ ഗൈസ്.